ഹലോ എവ്രി വൺ, ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. തായ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് കൂടിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് പോകുമ്പം എപ്പോഴും കഴിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ, പോർക്ക്, പ്രോൺസ്, ക്രാബ് ഇതിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പോർക്ക് ഒഴികെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തായ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇത് വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട റൈസാണ്. ഇത് ഞാൻ തായ് ജാസ്മിൻ റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടിലെ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന റൈസും ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ റൈസ് നമ്മൾ തലേന്ന് തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നെക്സ്റ്റ് ഡേ എടുക്കുമ്പം റൈസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും, പിന്നെ സ്റ്റിക്കി ആവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കനാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ചിക്കൻ കുറച്ചുകൂടെ ചെറുതായിട്ടായിരിക്കും ഫ്രൈഡ് റൈസിൽ കാണുന്നത്.